സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയുടെ ആളായിട്ടുള്ള CP ചന്ദ്രമതിയെ പറഞ്ഞു പറ്റിച്ച് ഹോട്ടലിൽ നിന്ന് അവരുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ത്യാഗരാജൻ നിങ്ങളുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല താഴെ റിസപ്ഷനിൽ വന്ന് ചന്ദ്രമതിയെ തിരക്കിക്കൊണ്ടിരിക്കുന്നു. തനുജയാണ് തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം, അല്ലെങ്കിൽ ത്യാഗരാജൻ്റെ ആൾക്കാർ ചന്ദ്രമതി മേഡത്തെ തട്ടിക്കൊണ്ടു പോകും എന്നൊക്കെ പറയുന്നു. അപ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, താൻ പറയുന്നതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും, ഞാനൊന്ന് തനുജയെ വിളിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞ് വിളിക്കാനൊരുങ്ങുമ്പം CP പറയുന്നുണ്ട്, വിളിക്കണ്ട, തനുജയുടെ ഫോണും ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പുതിയൊരു സിം എടുത്തതിന് ശേഷം വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേഡത്തിന് എന്നെ സംശയമാണെങ്കിൽ ഇതാണ് എൻ്റെ ആധാർ കാർഡ്, മാത്രമല്ല ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡാണ്, മാത്രമല്ല വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് പൂർണ്ണമായിട്ടും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതെല്ലാം കേട്ട് ചന്ദ്രമതി പറയുന്നു, ഞാൻ തന്നെ വിശ്വസിക്കാം, പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് CPക്കൊപ്പം ഒന്നും അറിയാതെ പോകുന്നുണ്ട്. അതേസമയം അരുന്ധതി ആണെങ്കിൽ ആ റൂമിൽ കിടക്കുന്ന വ്യക്തിയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് കരച്ചില്ല, ആഹാരം മര്യാദയ്ക്ക് കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടായി ഡോറൊക്കെ അടച്ചു പോകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോഴും ആരാണ് കിടക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായി കാണിക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവികയെ വിളിക്കുമ്പം ദേവിക അടുക്കളയിലായതുകൊണ്ട് തന്നെ ഭാർഗവി ദേവികയെ വിളിക്കാനായി പോകുന്നു. അതേസമയം പ്രഭാവതി കോൾ എടുക്കുന്നു. അതേസമയം പ്രഭാവതി അരുന്ധതിയോട് പറയുന്നുണ്ട്, എപ്പോഴും ദേവിക മോള് പറയും മേഡത്തെക്കുറിച്ച് ഒന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുക. അന്നേരം അരുന്ധതി പ്രഭാവതിയോട് ഒരല്പം ഹാർഷായി പറയുന്നു, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളുടെയും ബന്ധുക്കളെ പരിചയപ്പെടാനൊന്നും എനിക്ക് സമയമില്ല, പരിചയപ്പെടേണ്ട സമയത്ത് കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളും എന്നൊക്കെ ഡബിൾ മീനിങ്ങിൽ സംസാരിച്ച് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ദേവിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവികയ്ക്കാണെങ്കിൽ അരുന്ധതിയുടെ കോളാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഫോൺ മേടിച്ച് സംസാരിക്കണോ വേണ്ടയോ എന്ന് അറിയാൻ മേലാത്ത ആ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ശേഷം ഹലോ എന്ന് പറയുമ്പോഴത്തേക്കും അരുന്ധതി കോള് കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതേസമയം അരുന്ധതിക്ക് പ്രഭാവതിയുടെ സൗണ്ട് കേട്ടിട്ട് ആകെ അങ്ങ് ദേഷ്യമാകുന്നു. പ്രഭാവതിക്കും ഇവരുടെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം ഉള്ളതുപോലെ തോന്നിക്കുന്നു. അതേസമയം ദേവിക പറയുന്നുണ്ട്, എനിക്ക് ആ മേഡത്തിൻ്റെ സ്വഭാവം ചില സമയത്ത് ഇഷ്ടപ്പെടുന്നില്ല, അവരെന്തോ മറച്ചു വെച്ച് പെരുമാറുന്നത് പോലെയുണ്ട്. അന്നേരം പ്രഭാവതി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു, ഒരു വലിയ സ്ഥാപനത്തിൻ്റെ എല്ലാ ചുമതലയും നോക്കുന്ന വ്യക്തിയല്ലേ അവർ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനൊക്കെ കാണും, അതായിരിക്കും, മാത്രമല്ല അവരൊരു സ്ട്രോങ് ലേഡിയാണെന്ന് തോന്നുന്നു, കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിടണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേസമയം ദേവിക എന്തെന്നില്ലാത്ത ആദിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒടുവിൽ ചന്ദ്രമതിക്ക് സത്യം മനസ്സിലാകുന്നു, CP തന്നെ ചതിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന്. അന്നേരം ചന്ദ്രമതി അയാളോട് ചോദിക്കുന്നുണ്ട്, എന്താ തൻ്റെ ഉദ്ദേശം വ്യക്തമല്ലേ മേഡം, നാളെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന് അനുകൂലമായി മൊഴി പറയാനായിട്ട് ചന്ദ്രമതി മേഡം കോടതിയിലെത്തരുത്, അതേ ഉള്ളൂ ഉദ്ദേശം, അല്ലാതൊന്നുമില്ല. അതേസമയം ത്യാഗരാജൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. അത് കണ്ട് ചന്ദ്രമതി ആകെ അങ്ങ് പേടിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. താൻ വലിയൊരു കെണിയിലാണ് അകപ്പെട്ടത്, പ്രഭാവതിയെ പറഞ്ഞ് മോഹിപ്പിച്ചതിന് ശേഷം വീണ്ടും അവരെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളൊരു കുറ്റബോധമൊക്കെ വരുന്നു. അതേസമയം ശാരികയും രാധികയും ക്ഷേത്രത്തിൽ പോയി മനസ്സുരുകി പ്രാർത്ഥിച്ച് പ്രസാദവും കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മുടെ ശാരിക പറയുന്നുണ്ട്, ദൈവങ്ങളോട് മനസ്സുരുകി പ്രാർത്ഥിച്ചതല്ലേ, എന്തായാലും അമ്മ വിഷമിക്കേണ്ട, കേസ് നമുക്ക് അനുകൂലമായി തന്നെ വരുമെന്ന് പറയുന്ന അതേ സമയം തന്നെ പ്രസാദം കയ്യിൽ നിന്ന് താഴെ പോകുന്നുണ്ട്. അത് കണ്ട് ദേവികയുടെ അമ്മ പറയുന്നുണ്ട്, പ്രസാദം താഴെ പോയല്ലോ, ഇതൊരു ദുസൂചനയാണല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഗിരീഷ് മാഷിൻ്റെ വീട്ടിൽ രാത്രി ആരോ വന്ന് ഡോറ് തട്ടുന്നുണ്ട്. ഗിരീഷ് മാഷും രജനിയും കൂടെ ഡോറ് തുറന്ന് നോക്കുമ്പം അവർ ഞെട്ടി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. മറ്റാരും ആയിരിക്കില്ല, മിക്കവാറും നമ്മുടെ തനൂജ ചന്ദ്രമതിയെ കാണാതായതിൻ്റെ ആ ഒരു ടെൻഷനിൽ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നോന്നറിയാൻ വേണ്ടി തിരക്കി വന്നതാണോന്നറിയത്തില്ല, അതോ ഇനി ചന്ദ്രമതി തന്നെ CPയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് വന്നതാണോന്നും അറിയത്തില്ല. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും സിദ്ധാർത്ഥ് കുറ്റവിമുക്തനായി പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതേസമയം നമ്മുടെ തനൂജ കുറേ നാൾ സിദ്ധാർത്ഥിനെയും പ്രഭാവതിയൊക്കെ കുറ്റപ്പെടുത്തിയും ദ്രോഹിച്ച് നടന്നില്ലേ, അതുപോലെ അരുന്ധതിക്ക് തൻ്റെ തെറ്റിദ്ധാരണ മനസ്സിലാകും എന്നും പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.